ഞാൻ ജോപ്ന ജോസഫ്. എടപ്പള്ളിയാണ് എൻ്റെ സ്വദേശം. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെതായ ഒരു സിഗ്നേച്ചർ ഈ വേൾഡിൽ കൊടുക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കണം, കണ്ണെടുക്കരുത്, എവിടെ കട്ട് വന്നതെന്ന് പറയാൻ പറ്റരുത്, ഇങ്ങനെ നോക്കി ലയിച്ചിരിക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. ആ ഒരു പാറ്റേണിൽ എഡിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് എൻ്റെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അക്കൗണ്ട്സ് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ടീച്ചിങ്ങിലേക്ക് തിരിയാനായിരുന്നു എനിക്ക് ആഗ്രഹം. +1 +2 പിള്ളേരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുക, അതൊക്കെയായിരുന്നു. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇത് എൻ്റെ ലൈഫിലോട്ട് വന്നത്. ഓഫീസിലേക്ക് എല്ലാ ദിവസവും പോകുന്ന പോലെ പോകുമായിരുന്നു. പിന്നെ കണ്ണുറക്കണത് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ണുറക്കണത്. കണ്ണുറന്നപ്പോൾ പറയുന്ന ആക്സിഡൻറ്റ് പറ്റി എന്നുള്ളത്. എന്താ സംഭവിച്ചേ, എങ്ങനെയാ ഇടിച്ചേ, ഞാൻ പോയി ഇടിച്ചതാണോ, എന്നെ വന്ന് ഇടിച്ചതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ വണ്ടിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ബാക്കിലുള്ള ലൈറ്റ് പൊട്ടി, പിന്നെ റൈറ്റ് സൈഡിലെ ട്രാഷ് കാർഡ് ഉരഞ്ഞു പോയി, പിന്നെ മിറർ പൊട്ടിപ്പോയി, റൈറ്റ് സൈഡിലെ മിറർ പൊട്ടിപ്പോയി. ഇത്രയും മാത്രമേ എൻ്റെ വണ്ടിക്ക് സംഭവിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാനായിട്ട് ഒരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചതാണ് അവിടെ നിന്ന്, പക്ഷെ എനിക്ക് ആ ഓർമ്മ തിരിച്ച് കിട്ടണില്ല. ആ സമയത്ത് തന്നെ ടാങ്കർ ലോറി ആ ഡ്രൈവറിലെ ചേട്ടൻ തന്നെയായിരുന്നു എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. കിൻഡ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്കായിരുന്നു ഫസ്റ്റ് തന്നെ ഷിഫ്റ്റ് ചെയ്തത്. എന്തോ ഭാഗ്യം പുള്ളിക്കാണ് അവിടെ എത്തിക്കാൻ തോന്നിയത്. ഞാനൊരു ടൈലറാണ്. ഞാൻ സൈക്കിളിലാണ് ഷോപ്പിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ സൈക്കിളിന് ഷോപ്പിലോട്ട് വരുമ്പോൾ അവൾ വന്നു. അവിടെ കസ്റ്റമറിൻ്റെ അളവെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, ഒന്ന് വന്നോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, ഇവർക്ക് മുതിക്ക് മുമ്പേ ഒക്കെ അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അവൾക്ക് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ആയിരിക്കും, വല്ല വീണിട്ടുണ്ടാവും, ഒന്ന് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മോളെ എനിക്ക് കാണിക്കണില്ല. അവർ പറയണത് മോളെ ICUവിലാണ്. ഇവിടെ ആണെങ്കിൽ അവൾക്കിടെ ആർട്ടറി കട്ടായി കിടക്കണതാണ്. ഇവിടെ അതിൻ്റെ സജ്ജീകരണങ്ങളൊന്നും ഇല്ല. പുറമെ ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ലായിരുന്നു. ജസ്റ്റ് കൈയുടെ ബ്ലീഡിങ് ഒന്നും പുറമെ വന്നില്ല. പല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ആ ഒരു ബ്ലീഡിങ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെയുള്ള ഡോക്ടറാണ് പറഞ്ഞത് ബ്രേഷ്യൽ ഫ്ലെക്സസ് ഇഞ്ചുറി ആണെന്നുള്ള ഡോക്ടറാണ് പറഞ്ഞത്. ഉടനെ തന്നെ സർജറി ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ആണ്, ഇന്റേണൽ ബ്ലീഡിങ് നന്നായിട്ടുണ്ട്, ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എടുത്ത് ലൂർദ് എന്നുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടുത്തെ ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ സർജറി ചെയ്തു. ആദ്യത്തെ ഒരു 6 hours സർജറി ആയിരുന്നു. ഡോക്ടർ പറയണതെല്ലാം എന്നോടാണ്. ഹസ്ബൻഡ് ഭയങ്കര പുള്ളിക്ക് അതൊന്നും കേൾക്കാനുള്ള ഒരു ഇതില്ല. ഞാൻ പിന്നെ എന്തോ ദൈവാധീനം കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു വിൽ പവർ ഉണ്ടായതുകൊണ്ട് ഡോക്ടേഴ്സ് ഓരോ കാര്യങ്ങൾ എന്നോടാണ് പറയണത്. മോൾക്ക് ഇങ്ങനെ ഒരു ആർട്ടറി കട്ടായി കിടക്കണേന് റൈറ്റ് സൈഡിൽ. അപ്പോൾ ബ്ലഡ് എല്ലാം പോണത് പുറത്തോട്ടാണ്, കൈകളിലോട്ടാണ് പോണത്. എത്രയും പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ ആ കൈ റിമൂവ് ചെയ്ത് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. ഫസ്റ്റ് എന്നെ ടേക്ക് കെയർ ചെയ്തത് ഡോക്ടർ വിമലയ്പ്പ് എന്ന് പറയുന്ന വാസ്കുലർ സർജൻ ആയിരുന്നു. ലൂർദ് ഹോസ്പിറ്റൽ സർജനാണ്. പുള്ളിയാണ് എന്നെ ടേക്ക് കെയർ ചെയ്തത്. എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഗോൾഡൻ അവറിനുള്ളിൽ സർജറി ചെയ്യണമെന്ന് പറഞ്ഞത്. സർജറി ചെയ്തു. പിറ്റേ ദിവസം ചാക്കോശ്ശേരി സാറാണ് പ്ലാസ്റ്റിക് സർജൻ. പുള്ളിയാണ് ആ സർജറി ചെയ്തത്. രാവിലെ ഒരു 12 മണിക്ക് അവളെ കയറ്റിയിട്ടുണ്ടാവണം. കുറേ ടൈം എടുക്കുമെന്ന് പറഞ്ഞ്. ബാക്കി 4ഓളം സർജറീസ് ഡോക്ടറാണ് ചെയ്തത്. കാരണം വെച്ചാൽ എൻ്റെ മോണയൊക്കെ ഒടിഞ്ഞു പോയായിരുന്നു. ഈ മുകളിലത്തെ മോണ ഒടിഞ്ഞു പോയി, പല്ല് മുകളിലോട്ട് കയറിപ്പോയായിരുന്നു. അതിൻ്റെ സർജറി ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ കൈ ഓപ്പൺ ആയി പോയായിരുന്നല്ലോ, അപ്പം ടൈസ് ചെയ്ത് എടുത്തിട്ട് കയ്യിലോട്ട് വെച്ചായിരുന്നു. 12 മണി കഴിഞ്ഞിട്ടും നമുക്കൊരു വിവരം കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾ ആ കൊറിഡോറിൽ ഇങ്ങനെ നടക്കണേന് ഞാൻ മാതാവിനോട്, അവിടെ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, നമുക്ക് അവരോടല്ലേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ പേടി എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഇത്രയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിൽക്കില്ല. അവർക്കൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അവർക്കൊന്നും വരുത്തല്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഡോക്ടേഴ്സിന് എനർജി കിട്ടിക്കോളണേ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആ ഡോക്ടേഴ്സ് രാവിലെ കയറിയിട്ട് രാത്രി 12:30 ആയപ്പോഴാണ് അവളെ മാറ്റിയിട്ടുണ്ട്, വെന്റിലേറ്ററിട്ട് മാറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ വന്ന് പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണു തുറക്കണത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് സിസ്റ്റേഴ്സിൻ്റെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് മോളിത് എവിടെയെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല. അപ്പം പണി പാളി ഹോസ്പിറ്റൽ. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. പിന്നെ കാണിക്കണത് അതിൻ്റെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ ആ ജനലിൻ്റെ കർട്ടനൊന്ന് മാറിയപ്പോൾ ഞാൻ ജോബിനെ ഒന്ന് കണ്ടു. അപ്പോൾ ആകെ കൊച്ചു പഞ്ഞിയിൽ ഇങ്ങനെ ഇത്രയും വലിയ എന്താ ഒരു 5-6 കിലോ പഞ്ഞിയുണ്ട് അവക്കടെ കയ്യിൽ. എൻ്റെ വിചാരം കൈ മുറിച്ച് കളയേണ്ട അവസ്ഥയായിരിക്കും, അങ്ങനെയായിരിക്കും ഞാൻ അവളെ കാണണേന്നുള്ളൊരു, എനിക്കത് ഭയങ്കര ഫീലിംഗ് ആയിരുന്നത്.
അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഫുള്ള് കെട്ടാണ്. ഇവിടെ ഒരുമാതിരി വലിയൊരു കെട്ടുണ്ട്, പിന്നെ മൂക്കിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്, വായിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്, പിന്നെ പല്ലെങ്ങാണ്ട് കടിച്ചു പിടിക്കാതിരിക്കാൻ വേണ്ടി അത് പലക പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. യൂറിൻ ബ്ലാഡറിൻ്റെ അവിടെ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ മറ്റേ ECG സംഭവം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കയറ്റി കാണിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അപ്പോഴാണ് പറയണത് അവൾക്ക് ഭയങ്കര മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ട്. അവർ ബന്ധമില്ലാത്ത രീതിയിലുള്ള സംസാരമൊക്കെയാണ് അവൾ സംസാരിക്കുന്നത്. അവളൊരു പൂച്ചനെ വളർത്തിയിട്ടുണ്ടായിരുന്നു, അതിനെ കാണണമെന്നും പറഞ്ഞാണ് അവൾ ഈ കിടന്ന് ഒച്ചപ്പാടെടുത്തോണ്ടിരുന്നത് വെച്ചു. ഞാൻ പറഞ്ഞു അത് കാണിച്ചു തരാം, കുഴപ്പമില്ല. അങ്ങനെ ഇങ്ങോട്ട് കയറ്റൂലല്ലോ, കൊറോണയല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി. പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്കും മൂക്കിലുള്ള ട്യൂബൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പതുക്കെ നടത്തിച്ചു, പതുക്കെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ 1 വീക്ക് കഴിഞ്ഞ് അടുത്ത സർജറി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തെങ്കിലും എല്ലാ ദിവസവും ഒരു 6 മന്ത്സ് അടുത്ത് കൈ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഡ്രസ്സ് ചെയ്യണമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോവും. ആദ്യത്തെ ദിവസം ഞാൻ ഓട്ടോറിക്ഷക്കാണ് അനിയൻ കൊണ്ടുപോയത് അവളെ. അപ്പോൾ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. എല്ലാ ദിവസവും നമ്മൾ അവരെ വിടുകയാണ്, പുള്ളിയുടെ ജോലിയാണ് ഓട്ടോ ഓടിക്കൽ. പിറ്റേ ദിവസം ഞാൻ വേറെ ഓട്ടോ വിളിച്ച്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യലായിട്ട് പറ്റണില്ല എന്ന് പറഞ്ഞാൽ 300 അങ്ങാടും 300 രൂപ ഇങ്ങാടും വരുമ്പോൾ 600 രൂപ ഡെയിലി എടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അവൾ തന്നെ എന്നോട് പറഞ്ഞു, അമ്മ വണ്ടി ഓടിച്ചോ, ഞാൻ എങ്ങനെയെങ്കിലും വണ്ടിയുടെ പുറകിൽ ഇരിക്കാം. ആ കൈ വെച്ച് അവൾ ആ ബാൻഡേഡൊക്കെ കിട്ടി. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്കിന്നൊന്നും വന്നിട്ടില്ല, എല്ലാം മുറിവൊക്കെ ഇങ്ങനെ ബ്ലഡ് വരും രാവിലെ തുറന്നു കഴിഞ്ഞാൽ. അപ്പോൾ നോക്കിയിരിക്കാൻ പറ്റുമോ, ഞാൻ ഇരുന്നോളാം അമ്മയെന്ന് പറഞ്ഞ് ആ ഒരു വിൽ പവറിൽ ഞാൻ അവളെ വണ്ടിയിലിരുത്തി, 2 വീലറിൽ ഇരുത്തിയിട്ടാണ് എല്ലാ ദിവസവും ഞാൻ ലൂർദി കൊണ്ടുപോയത്. ഫിസിയോതെറാപ്പിയും ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് 1 മണിയാകുമ്പോഴാണ് ഞാൻ വന്നത്. ജോബ്നെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്ന എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് ത്രൂ ആയിരുന്നു. അവൾ ലൂർദ് ഹോസ്പിറ്റലിൽ അവളുടെ ട്രീറ്റ്മെൻറ്റ് വന്നപ്പം കാണാൻ വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുണ്ട്, കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കാണുമ്പം കയ്യിൽ ഇതൊക്കെ ഇട്ടിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ലൂർദ് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴാണ് കണ്ടത്. അപ്പോഴും അവൾ അതിന് ശേഷം എന്നെ ആരെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് ഇത് സയ്യ എൻ്റെ സിസ്റ്ററാണെന്നാണ്. ഇതുവരെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അടുത്ത് പോലും അവൾ എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല, സിസ്റ്ററാണെന്ന് പറഞ്ഞിട്ടേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഷീ വാസ് ദിസ് സ്ട്രോങ് വുമൻ. ലൈഫിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടും എല്ലാം അവൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുക. ചെറുപ്പത്തിൽ ഞാൻ അവൾക്കൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല, അത് ചെയ്യണം, ഡ്രസ്സ് ഇടിക്കണം, അങ്ങനെയൊന്നും എനിക്ക് സമയം ഉണ്ടായില്ല, ഞാൻ ചെയ്തും കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പം എന്താ പറയുക, A to Z കാര്യങ്ങളാണ് ഞാൻ അവക്കടെ ഞാൻ തന്നെയാണ് ചെയ്തു കൊടുത്തേക്കണത്. ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ പോലും 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിനും കംപ്ലൈൻ്റ് ഉള്ള, ലെഫ്റ്റ് ഹാൻഡ് തമ്പിനും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനും സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 2 കൈയും വർക്ക് ചെയ്യില്ലായിരുന്നു. വാഷ്റൂമിൽ പോകാൻ, പിന്നെ എന്താ പറയുക, പീരിയഡ്സിൻ്റെ ടൈമിൽ പോലും എനിക്ക് പാഡോ അല്ലെങ്കിൽ ഇന്നേഴ്സോ എല്ലാം മാറ്റി വെച്ചുകൊണ്ടിരുന്നത് അമ്മയിരുത്. ചെറുപ്പത്തിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല മോളെ. എനിക്കിപ്പോൾ 27 വയസ്സായി എൻ്റെ മോക്ക്. അപ്പോഴാണ് ഞാൻ നിന്നെ ശുശ്രൂഷിക്കാൻ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ കൊണ്ട് നടക്കുന്നത്. അമ്മയുടെ വാല്യൂ പിന്നെ കുറച്ചും കൂടി ഞാൻ അറിഞ്ഞത് ആക്സിഡന്റ് കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പോൾ അവൻ എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പയുടെ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് അപ്പ എനിക്ക് വേണ്ടിയിട്ട് അത്രയും ദിവസം ഹോസ്പിറ്റലിൽ 2 ആഴ്ചയോളം ലീവ് എടുത്ത് എൻ്റെ കൂടെ ഇരിക്കണത് ഞാൻ കണ്ടേക്കണത്. ഞാൻ എന്ന് അഡ്മിറ്റായോ ഹോസ്പിറ്റലിൽ എന്ന് അഡ്മിറ്റായോ അന്ന് തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും എൻ്റെ അപ്പയെ കെട്ടിപ്പിടിച്ചിട്ടാണ് കിടന്നുറങ്ങണത് രാത്രി. എന്ന് വെച്ചാൽ ഞാൻ അമ്മയുടെ അപ്പയുടെ നടുക്കാണ് ഇപ്പോഴും കിടന്നുറങ്ങണത്. അതിനും പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുമായിരിക്കും, പക്ഷെ എനിക്കത് ഭയങ്കര കംഫർട്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരു ചെറിയ ബ്രേക്കപ്പിനോ അല്ലെങ്കിൽ ചെക്കിനിട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം കൈ പോയി എന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. കൈ പോയി, പാരലൈസ്ഡ് ആണ്, ചിലപ്പം അനക്കാൻ പറ്റൂല, പക്ഷെ കുഴപ്പമില്ലടാ, നോക്ക് എൻ്റെ കാലിലൊക്കെ കണ്ടോ സ്റ്റിച്ച്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എൻ്റെയൊക്കെ ലൈഫിൽ ഒന്നും അല്ല, നമ്മൾ വാട്ട് വി ആർ ഗോയിങ് ത്രൂ, ഇറ്റ്സ് നത്തിങ്. സോ ഷീ വാസ് കൈൻഡ് ഓഫ് ലൈക്ക് മൈ ഇൻസ്പിറേഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിക്കവർ ആയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പഴയ ഓഫീസിലോട്ട് ഞാൻ വിളിച്ച് ചോദിച്ചു, ചേട്ടാ ഞാൻ വന്നോട്ടെ, എനിക്ക് സാലറി ഒന്നും തരണേ, ഞാൻ വന്നോട്ടെ, ഞാൻ പ്രാക്ടീസ് ചെയ്തോട്ടെ, ഞാൻ ഇങ്ങനെ ഇരുന്നേച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിക്കണമായിട്ട് എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നേച്ച്. ആ സമയത്ത് ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു, എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകണം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ വന്നോട്ടെ, പക്ഷെ എന്നെ അവരെ ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. ജോബിനെ രണ്ടാമത് റീജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അത് എൻ്റെ പെർസ്പെക്റ്റീവിൽ അത് പോസിബിൾ അല്ലായിരുന്നു, പക്ഷേ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ആദ്യമൊക്കെ 3-4-5 മന്ത്സോളം ആൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. റൈറ്റ് ഹാൻഡ് ഇല്ലാത്തൊരു എഡിറ്റർ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതെല്ലാം ഓവർകം ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി. പിന്നെ ഓഫീസിലുള്ള കൊളീഗ്സ് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പിന്നെ അതിൽ നിന്ന് ചെറുതായിട്ട് ഏൺ ചെയ്ത് തുടങ്ങി. അത് അത്രയും എഫേർട്ട് എടുത്ത്
ആൾ അതിന് വേണ്ടി പാഷനേറ്റായിട്ട് ട്രൈ ചെയ്തിട്ടാണ് ആൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ആൾ ഇപ്പോൾ ഐ തിങ്ക് ഇവിടെ ഓൾമോസ്റ്റ് ഒരു 15 മെമ്പേഴ്സോളം എഡിറ്റേഴ്സ് ഉണ്ട്. ബട്ട് ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു എഡിറ്റർ തന്നെയാണ് ജോ, 100%. നേരത്തെയൊക്കെ പറയുകയാണെങ്കിൽ നേരത്തെ ആക്സിഡന്റ് മുമ്പ് പറയുന്നത് എനിക്ക് വലിയ ഫിലിം എഡിറ്റർ ആവണം. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 5 ലേഡി എഡിറ്റേഴ്സ് ഒക്കെ ഉള്ളൂ, എനിക്ക് അതിൽ 5 വേണം എൻ്റെ പേരാവണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ആ ഒരു ആഗ്രഹത്തിലേക്ക് ഞാൻ എത്താൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം എത്തുമായിരിക്കും എപ്പോഴെങ്കിലൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വർക്കൗട്ടിലേക്കൊക്കെ ജോയിൻ ചെയ്ത് പിന്നെ കംപ്ലീറ്റ്ലി ഞാൻ ബിസി ആയിട്ട് നിന്നു. ഫിസിയോതെറാപ്പി ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവണമെന്നൊരു ഡൗട്ട് വന്നപ്പോഴാണ് ജോബിനയുടെ മദർ നമ്മളായിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് സാറ് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. സാർ എനിക്ക് കൈ അലങ്ങണം, എന്നെ സഹായിക്കുമെന്ന് ചോദിച്ചു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്തു തരാം സാറേ എന്ന് പറഞ്ഞു. പിന്നെ സാർ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. ദൈവാനുഗ്രഹം കൊണ്ട് അത് ഓരോ ദിവസവും ഡെവലപ്മെൻറ്റ് കാണുന്നുണ്ട്. ഓരോ വർക്കൗട്ടിലും നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബെറ്ററാണ്, നല്ല ബെറ്ററായിട്ട് വരുന്നുണ്ട്. കൈയുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇതുവരെയുള്ള വർക്കൗട്ടുകളിൽ വളരെ പോസിറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷയുണ്ട് എത്രയും പെട്ടെന്ന് ഡെവലപ്മെൻറ്റിലേക്ക് കടക്കുമെന്ന്. വേറെ ഒന്നല്ല, ഓരോ സ്റ്റേജസ് കഴിയുമ്പോഴും ജോബിനെ എന്നോട് പറയാറുണ്ട്, ഞാൻ ഡോക്ടറിനെ പോയി കണ്ടിരുന്നു, ഡോക്ടർ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ വർക്കൗട്ട് കുറച്ചും കൂടി ഇൻറ്റൻസീവ് ആക്കാൻ പറഞ്ഞ് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറ്റം പറയുന്നവർ കുറ്റം പറയും ഫസ്റ്റ് തിങ്. പിന്നെ ആദ്യമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും. നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഡൗൺ ആകും. പിന്നെ അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് അതനുസരിച്ചിട്ട് അത് മാത്രം കേട്ടിട്ട് ബാക്കി അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ മതി. പറയാനുള്ളവരോട് ഇന്ന് പറഞ്ഞോട്ടെ, നമുക്കതൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെന്താ, ഇടയ്ക്ക് കരിഞ്ഞു വിളിക്കും, അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, ഞാൻ കാരണം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നു. പക്ഷെ ആർക്കറിയാത്തൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ ഇപ്പോഴും ഇൻസ്പിറേഷൻ തന്നെയാണ്, ഞങ്ങളുടെ സ്ട്രോങ് വുമനാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവളുടെ ഡ്രസ്സ് ഇടാനോ കുളിക്കാനോ എന്തൊക്കെ ഞങ്ങളുടെ ഹെൽപ്പ് വേണം, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ, നിങ്ങളെയൊക്കെ ഞാൻ ശല്യം ചെയ്യല്, അതൊരു ശല്യമായിട്ട് ഞങ്ങൾ ആരും ഇതുവരെ കരുതിയിട്ടില്ല. ഞങ്ങൾക്കൊക്കെ അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവൾ ഞങ്ങൾക്ക് തരുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് അത്രയ്ക്ക് കൂടുതലാണ്. തമ്പ്രാൻ്റെ അനുഗ്രഹം കൊണ്ട് അവളിങ്ങനെ നടക്കുന്നുണ്ട്. അവള് എന്താ പറയണേ, ഈ കൈ വെച്ച് തന്നെ അവളുടെ ഫ്രണ്ടായിട്ട് അവൾ കാശ്മീർ വരെയും പോയി. എൻ്റെ വീട്ടുകാരൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ പോകണമെന്ന് ചോദിച്ചു. പലതും അറിയോ, കൈയുടെ സിറ്റുവേഷൻ അറിയാം, അമ്മ എനിക്ക് പോകണം ഞാൻ പോയിട്ട് വരാൻ തന്നെ. പക്ഷെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു, എന്നെ കൊണ്ട് പോകാൻ പറ്റും, ഇത്രയും ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. വയനാട് പോയി, വയനാട് സ്കൈപ്പ് ഡ്രൈവ് എന്തോ സംഭവം ഉണ്ടല്ലോ, അതിൽ കയറി അതൊക്കെ ഫോട്ടോസൊക്കെ ഇട്ട് തന്നെ. അപ്പം അവക്കടെ ഒരു വിൽ പവറാണത്. ഇനിയും അവൾ മുന്നേറും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പം റീസെൻ്റ്ലി ആണെങ്കിൽ എനിക്ക് ഫോട്ടോസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം ബോൾഡ് ഷൂട്ട്സ് എടുക്കാറുണ്ട്, പിന്നെ നോർമൽ ഷൂട്ട്സ് എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ കൈ അങ്ങനെ പബ്ലിസിറ്റി ചെയ്യാറില്ല. അപ്പം ചില സമയത്ത് ചിലവർ കുറ്റമായിട്ട് പറയാറുണ്ട്, നിനക്ക് ഒരു പ്രാവശ്യം കിട്ടിയതല്ലേ ഇങ്ങനത്തെ ഫോട്ടോസ് എടുക്കണം, നിനക്ക് ഇതല്ലേ എന്നൊക്കെ ചോദിക്കും. കമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ബട്ട് എന്താ പറയുക, ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാനല്ലെങ്കിൽ എൻ്റെ കൈ വയ്യ, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഞാനൊരു സ്ഥലത്ത് ഇരുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോവത്തേ ഉള്ളൂ. ജസ്റ്റായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഇങ്ങനെ ആർക്കും വരുത്തല്ലേ എന്നുള്ള രീതിയിലുണ്ട്. വേറൊന്നും പറയാനില്ല എനിക്ക്. ഞാൻ അനിയത്തി തമ്മിൽ ഭയങ്കരമായിട്ട് തല്ലുപിടിക്കുന്നത്. ഭയങ്കര തല്ലെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും ഭയങ്കര തല്ലെടുത്തു. അമ്മ പറയും നിനക്ക് അവളോട് അസൂയല്ലേ എന്ന് ചോദിക്കും. ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ അവൾ കൂടുതൽ കുറച്ചും കൂടി അടുത്തുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാണ് അവൾ പുറത്തോട്ട് പോയത് പഠിക്കാനായിട്ട്. അപ്പം അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് വെച്ചപ്പോൾ എന്തെങ്കിലും കരച്ചിലോ, ഞാൻ പറയണോ എനിക്ക് പറ്റണില്ലടോ, എനിക്ക് കൈ എൻ്റെ ശരിയാവത്തില്ലടോ എന്നൊക്കെ ഞാൻ അവളെ വിളിച്ച് പറയും. അപ്പോൾ വിളിച്ച് താനൊന്നും അത് നോക്കണ്ട, തൻ്റെ കൂടെ ഞാനുണ്ടോ, താൻ ഇങ്ങനെ കരയല്ലേടോ എന്നൊക്കെ പറഞ്ഞ് അവൾ സപ്പോർട്ട് ചെയ്യും. തിരിച്ചുവരവുകളൊന്നും മുമ്പത്തേക്കാൾ ഒരുപാട് മനോഹരമായിട്ടേ ഉള്ളൂ. ജോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം ജോ മുമ്പായിരുന്ന പോലെയല്ല, ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ജോ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമെന്ന് എനിക്ക് 100% എന്ന് തന്നെ പറയാം. 100% എനിക്ക് ഉറപ്പാണ് ജോയുടെ കാര്യത്തിൽ. ഷി വെന്റ് ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ എല്ലാത്തിലും അവിടെ ആ ഒരു പോസിറ്റീവ് അപ്രോച്ച്. ഐ നോ ഷി ഹവ് ബീൻ ത്രൂ എ ലോട്ട്. ബട്ട് ഇപ്പോഴും അവളുടെ സ്വന്തം കാലിൽ നിന്നിട്ട് ഏൺ ചെയ്യുന്നത് അവളെ കൊണ്ട് ഇനിയും പറ്റും ഒരുപാട് കാര്യങ്ങൾ. അതിപ്പോൾ ഇന്നായിക്കോട്ടെ നാളെ ആയിക്കോട്ടെ, ഇതിനേക്കാളും വലിയൊരു ദൈവം സഹായിച്ച് വരാണ്ടിരിക്കട്ടെ. പക്ഷെ നാളെ വേറൊരു സ്ട്രഗിളും കൂടി അവൾ പോവുകയാണെങ്കിൽ കൂടെ ഷീൽ കം ഔട്ട് സ്ട്രോങ്. അതെനിക്ക് ഉറപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ
അത് നമ്മൾ ചെയ്യുക. നമ്മൾ ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് ആരും വന്ന് നോക്കത്തില്ല. 2 ദിവസം അല്ലെങ്കിൽ 2 മാസം നമ്മളെ സപ്പോർട്ട് ചെയ്യണം, കുഴപ്പമില്ല, സാരമില്ല, നമ്മളൊക്കെ കൂടെ ഉണ്ട്. പക്ഷെ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ആരും നിൽക്കത്തില്ല.